Hello friends, നിങ്ങൾക്ക് ലിനക്സിൽ ബാഷ് സ്ക്രിപ്റ്റിംഗ്, പൈത്തൺ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ റാസ്ബെറി പൈൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങളെ ലിനക്സ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിനക്സിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള റാസ്ബെറി പൈ ട്യൂട്ടോറിയൽസിലും ഈ ടിപ്സ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ലിനക്സ് എന്ന് പറയുന്ന ഒരു വലിയ കടലാണ്. അത് ഒരുപാടുണ്ട് പഠിക്കാൻ. പക്ഷെ നമുക്ക് റാസ്ബെറി പൈ യൂസ് ചെയ്യാനും അതുപോലുള്ള പ്രോജക്ട്സ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് 3 കാര്യങ്ങളാണ് ലിനക്സിൽ പഠിക്കാനുള്ളത്. 1 യൂസർ, 2 പെർമിഷൻ, 3 ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കമാൻഡ്സ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് എല്ലാം ചെയ്യാനും പറ്റും. മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനോ, റാസ്ബെറി പൈ, ഹോം ഓട്ടോമേഷൻ, റോബോട്ടിക്സ് ഇതുപോലുള്ള പ്രോജക്ട്സ് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യം നമുക്ക് യൂസേഴ്സ് എന്താണെന്ന് നോക്കാം. ലിനക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടി യൂസർ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഒരു ലിനക്സ് കമ്പ്യൂട്ടറിനകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഓരോ യൂസറിനും നമുക്ക് എന്തൊക്കെ ഫയൽസ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാം, എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലിനക്സ് മെഷീനകത്ത് യൂസർ എ എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്, യൂസർ ബി എന്ന് പറയുന്ന യൂസർ ഉണ്ട്. യൂസർ എയുടെ ഫയലാണ് apple.txt, യൂസർ ബിയുടെ ഫയലാണ് orange.txt. യൂസർ എക്ക് apple.txt ആക്സസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. യൂസർ ബിക്ക് orange.txt ആക്സസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ യൂസർ എക്ക് orange.txt ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ യൂസർ ബിക്ക് apple.txt ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് പെർമിഷൻസ്. ഒരു യൂസറിന് എന്തൊക്കെ ഡേറ്റ, എവിടെയൊക്കെ ഉള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പെർമിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പെർമിഷൻസിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലിനക്സ് കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെ യൂസർ ടൈപ്സ് ആണുള്ളതെന്ന് നോക്കാം. ഒരു ലിനക്സ് കമ്പ്യൂട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് 3 ടൈപ്പ് യൂസേഴ്സ് ആണുള്ളത്. 1 റെഗുലർ യൂസർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂസർ, 2 റൂട്ട് യൂസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, 3 സർവീസ് യൂസർ. റെഗുലർ യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാ നോർമൽ യൂസേഴ്സ് ആണ്. ഒരു ലിനക്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും. ഓക്കെ, ഇവർക്ക് യൂസ് ചെയ്യാൻ സമയത്ത് ഈ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറിനകത്ത് ചെയ്യാൻ പറ്റുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നോർമൽ യൂസേഴ്സിന് സിസ്റ്റം ലെവൽ ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ സിസ്റ്റം ഫയൽസ് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാകത്തില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റൂട്ട് യൂസർ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റർ പോലെയാണ്. ഒരു ലിനക്സ് കമ്പ്യൂട്ടറിനകത്തോട്ടുള്ള ഫുൾ ആക്സസ് റൂട്ട് യൂസറിനുണ്ട്. ഒരു ലിനക്സ് കമ്പ്യൂട്ടറിനകത്തേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും യൂസേഴ്സിന്റെ ഫയൽസ് ആക്സസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ സിസ്റ്റം കോൺഫിഗറേഷൻ ഫയൽസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സർവീസസ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒരു ലിനക്സ് കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ റൂട്ട് യൂസറിനുണ്ട്. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, യൂസർ എ, യൂസർ ബി. യൂസർ എയുടെ ഫയലാണ് apple.txt, അതുപോലെ യൂസർ ബിയുടെ ഫയലാണ് orange.txt. യൂസർ എക്ക് orange.txt ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ യൂസർ ബിക്ക് apple.txt ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു റൂട്ട് യൂസറിന് apple.txtയും orange.txtയും ആക്സസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളത് സർവീസ് യൂസർ. സർവീസ് യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്ന യൂസറാണ് സർവീസ് യൂസർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെബ് സെർവർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു യൂസർ ഉണ്ടാവുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു വെബ് സെർവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു യൂസറിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓരോ യൂസർ ലെവലിനും ഓരോ പെർമിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റെഗുലർ യൂസറിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സർവീസ് യൂസേഴ്സിന് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ റൂട്ട് യൂസറിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും റെഗുലർ യൂസേഴ്സിനും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റൂട്ട് യൂസറിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ റെഗുലർ യൂസറിന് ചെയ്യാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ സുഡോ എന്ന് കേട്ടിട്ടുണ്ടോ? SUDO എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് യൂസർ ആൻഡ് ഡു. ഒരു റെഗുലർ യൂസർ ഒരു കമാൻഡിന് മുന്നായിട്ട് സുഡോ ചേർത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമാൻഡ് റൂട്ട് യൂസർ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ എക്സിക്യൂട്ട് ആവും. എല്ലാ യൂസേഴ്സിനും എല്ലാ കമാൻഡ്സും സുഡോ എന്ന് പറയുന്ന കമാൻഡ് വെച്ച് റൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ഏതൊക്കെ യൂസേഴ്സിന് ഏതൊക്കെ കമാൻഡ്സ് ഏതൊക്കെ പ്രിവിലേജസോടുകൂടി റൺ ചെയ്യണമെന്ന് നമുക്ക് സുഡോൾസ് എന്ന് പറയുന്ന ഫയലിനകത്ത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് ആണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് യൂസേഴ്സ്.
ഈ ഗ്രൂപ്പ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സ്കൂൾ നോക്കുക. സ്കൂളിനകത്ത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. അതുപോലെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവും. ഈ രണ്ട് ഗ്രൂപ്പിനും കുറേ പെർമിഷൻസും റൂൾസും ഉണ്ടാവും അല്ലേ? ഈ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് കുറേ പെർമിഷൻ ഉണ്ടാവത്തില്ലേ? ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ഇടാനുള്ള പെർമിഷൻ ഉണ്ടാവും, അതുപോലെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവും, അതുപോലെ സ്റ്റുഡൻസിന്റെ ഹോംവർക്ക് ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവും. ഇത് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ടീച്ചേഴ്സിനും കോമൺ ആയിട്ടുള്ള പെർമിഷൻസ് ആണ്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനും വേറെ കുറേ പെർമിഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് ചെയ്യാനുള്ള പെർമിഷൻ കാണത്തില്ല. ഇതിലെല്ലാത്തിലും ആക്സസും പെർമിഷൻസും ഉള്ള ആളാണ് പ്രിൻസിപ്പൽ. അതാണ് നമ്മുടെ റൂട്ട് യൂസർ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ യൂസേഴ്സും ഗ്രൂപ്പ്സും പെർമിഷൻസും ആക്സസ് ലെവൽസും എന്താണെന്ന്? പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇനി നമുക്ക് ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് പോവാം.